നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. അപ്പോൾ PCO ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒത്തിരി പെൺകുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, എനിക്ക് PCOD ഉണ്ടല്ലോ ഡോക്ടറെ, അപ്പം പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, പ്രഗ്നന്റ് ആവാനായിട്ട് ഇനിയിപ്പം ബുദ്ധിമുട്ടുണ്ടാവോ, അഥവാ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ടോ ഇങ്ങനെ PCOD ഉള്ളതുകൊണ്ട്? ഈ ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ PCOD എന്താണെന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും എങ്ങനെ തിരിച്ചറിയാമെന്നും ഒക്കെ ഉള്ളത് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. PCOD എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിന്റെ ഇഷ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഹോർമോൺസ് എല്ലാം നോർമൽ റേഞ്ചിലായിരിക്കേണ്ടതും അതിന്റെ പ്രോപ്പർ ആക്ഷൻ ഉണ്ടായിരിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ PCOD ഉള്ള ആൾക്കാർക്ക് പ്രഗ്നൻസി ആവാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പ്രഗ്നൻസി ആവുന്നതിന് പ്രശ്നമൊന്നുമില്ല. അത് PCOD ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് പ്രഗ്നൻസി ആവാൻ പറ്റാതെ ഇരിക്കുന്നത് വളരെ വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് PCOD ഉള്ളവർക്ക് പ്രഗ്നന്റ് ആവൂല എന്നില്ല, പക്ഷേ ചില ഇഷ്യൂസ് കാരണം അവർക്ക് പ്രഗ്നൻസി കുറച്ച് ഡിലേഡ് ആവാം, കുറച്ച് താമസിച്ചായിരിക്കും ആവുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ സാധാരണ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും കൂടുതലായിട്ട് PCOD ഉള്ള ആൾക്കാരിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡിലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PCOD ഉള്ളവർക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഓവുലേഷനിലായിരിക്കും. ഓവുലേഷൻ എന്ന് പറയുമ്പോഴത്തേനും അണ്ടം ഓരോരോ മാസവും അത് ആ ഒരു സൈക്കിളിൽ വളർന്ന് മെച്ചുവേർഡ് ആയിട്ട് പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പം PCOD ഉള്ളവരിൽ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോണൽ ഇഷ്യൂസ്, ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കാരണം ഈ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. നോർമലി ഒരു 28 ദിവസം കൂടുമ്പോൾ നോർമൽ സൈക്കിൾ വരുന്ന ഒരാൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 14 ദിവസം കൂടുമ്പോഴായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 14 ദിവസം കഴിയുമ്പോഴായിരിക്കും പീരീഡ്സ് വരുന്നത്. പക്ഷെ PCOD ഉള്ള ആൾക്കാർക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമൽ സൈക്കിൾ അല്ല അവർക്ക്. ഈ മാസം ചിലപ്പോൾ അവർക്ക് പീരീഡ്സ് വരുന്നുണ്ടാവില്ല. ചിലപ്പോൾ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും പീരീഡ്സ് വരുന്നത്. അപ്പോൾ നോർമലി മാസം നടക്കേണ്ട എല്ലാ പ്രോസസ്സും ഇൻക്ലൂഡിങ് നമ്മൾ ഈ പറഞ്ഞ ഓവുലേഷൻ 3 മാസം കൂടുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ഈ 3 മാസവും നോർമലി പീരീഡ്സ് വരുന്ന ഒരാൾക്ക് പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടാവും. പക്ഷെ 3 മാസത്തിൽ ഒരിക്കൽ വരുന്ന ആൾക്ക് അതിന്റെ 1/3 ചാൻസേ കാണുള്ളൂ, 3-1 സാധ്യതയേ ഉള്ളൂ. കാരണം അവർക്ക് 3 മാസം കൂടുമ്പോഴാണ് ഒരു അണ്ടം വളർന്ന് റിലീസ് ആവുന്നത്, ഓവുലേഷൻ ആവുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ആവാനായിട്ട് ചിലപ്പോൾ ഡിലേ വരാം. ഈ 3 മാസത്തിലൊക്കെ നമുക്ക് ഓവുലേഷൻ ആയി കഴിയുമ്പോഴത്തേക്കുള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈം ചെയ്ത് ആ സമയത്ത് കോണ്ടാക്ട്, നമ്മുടെ ഫെർട്ടൈൽ പീരീഡ് ഒക്കെ നോക്കിയിട്ട് ആ സമയത്ത് കോണ്ടാക്ട് ചെയ്യാനും പ്രഗ്നൻസി ആവാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടും കുറച്ച് താമസം നേരിടുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ഓവുലേഷനിൽ മാത്രമല്ല PCOD ഉള്ളവർക്കുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം PCOD ഉള്ളപ്പോൾ മൊത്തത്തിലൊരു ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഹോർമോൺസ് എല്ലാം ഒരു നോർമൽ ലെവലിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഇംപ്ലാന്റേഷൻ എന്നുള്ള, അതായത് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞായിട്ടുള്ളത് വന്ന് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത്, എൻഡോമെട്രിയം എന്ന് നമ്മൾ പറയും, അതിൽ അറ്റാച്ച് ചെയ്ത് വളരാൻ തുടങ്ങുന്ന പ്രോസസ്സിനെയാണ്, അതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ, യൂട്രസിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അത്ര ഫേവറബിൾ ആയിരിക്കത്തില്ല ഈ ഒരു ഇംപ്ലാന്റേഷന്, ഈ ഹോർമോൺസിന്റെ ഇംബാലൻസ് കാരണം. ഇതുകൊണ്ടും PCOD ഉള്ളവർക്ക് കുറച്ച് പ്രഗ്നൻസി ഡിലേ വരാം, കുറച്ച് അധികം നാള് ചിലപ്പോൾ ട്രൈ ചെയ്യേണ്ടി വരാം എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇങ്ങനെ ഉള്ളവർക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവുലേഷന്റെ പോയിന്റിലും ഈ ഇംപ്ലാന്റേഷന്റെ പോയിന്റിലും പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ 2 സ്റ്റേജിലും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്ട്രാ മെഡിസിൻസ് കൊടുക്കേണ്ടി വരാം. ഇപ്പോൾ ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് വരുന്നില്ല നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ ഇൻഡക്ഷൻ നമ്മൾ പറയും, അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടി വരാം. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷന്റെ സമയത്ത് നമുക്ക് ഹോർമോൺസ് എല്ലാം കറക്റ്റ് ആക്കാനും അതുപോലെ കുറച്ചുകൂടി ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടും എക്സ്ട്രാ ഹോർമോൺസ് പുറത്തുനിന്ന് കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പൊ ഈ ഒരു ചേഞ്ച് ആണ് പൊതുവെ PCOD ഉള്ളവര് പ്രഗ്നൻസിക്ക് നോക്കുമ്പോഴും അല്ലാതെ നോർമൽ ഒരാള് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോഴും തമ്മിലുണ്ടാകുന്ന ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് PCOD ഉണ്ടല്ലോ, അപ്പൊ ഈ ചികിത്സ വഴി മാത്രമേ എനിക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റുള്ളൂ, നാച്ചുറലി എനിക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റത്തില്ലേ? അന്ന് പലരും ചോദിക്കാറുണ്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
മെജോറിറ്റി ആൾക്കാർക്കും നമുക്ക് വേറെ എക്സ്ട്രാ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ പ്രഗ്നൻസി ആവാനായിട്ട് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ അവരെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ലൈഫ് സ്റ്റൈലിലാണെങ്കിലും അവരുടെ ഹെൽത്തിലാണെങ്കിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുത്തേണ്ടതായിട്ട് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് വെയിറ്റ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. കാരണം നമുക്ക് PCOD ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ അവർക്ക് നാച്ചുറലി ഒരു ഹോർമോണൽ ഇംബാലൻസ് വരാനും പ്രോപ്പർ ആയിട്ടുള്ള ഈ ഓവുലേഷനും ആ പ്രോസസ്സും ഒക്കെ നടക്കാതിരിക്കാനും ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ബോഡി വെയിറ്റ്, അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നാച്ചുറലി പ്രഗ്നന്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ്, അതായത് ഡയറ്റ് നോക്കുക എന്നുള്ളത്. ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഗ്രീൻ ആയിട്ടുള്ള ഫുഡ് മെയിൻ ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ് PCODക്കാർ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അതായത് പച്ചക്കറികള്, ഇലക്കറികള്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങള്, ഫ്രഷ് ആയിട്ടുള്ള, അതായത് അധികം പ്രോസസ് ചെയ്യോ ക്യാൻ ചെയ്യോ ഒന്നും ചെയ്യാത്ത നോർമൽ ആയിട്ടുള്ള ഹോം കുക്ക്ഡ് മീൽസ് നമ്മൾ പറയും, വീട്ടിൽ കഴിയുന്നതും വേവിക്കുന്ന, അതായത് ഓയിലും പഞ്ചസാരയൊക്കെ അളവ് കുറച്ചിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് ഡയറ്റിൽ നമ്മൾ വരുത്തേണ്ട ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ PCODക്കാര് സ്പെസിഫിക്കലി എന്ത് ഡയറ്റ് കഴിക്കണം, ഒരു നോർമൽ അവരുടെ ഒരു ഡയറ്റ് പ്ലാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ വേണം, അതായത് ആ ഡയറ്റ് പ്ലാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് മാനേജ്മെന്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്, അത് ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. കാരണം നമ്മൾ എടുക്കുന്ന ഡയറ്റിന്റെ പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് PCODയിൽ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എക്സസൈസും കൂടി അതിൻ്റെ കൂടെ ചെയ്തിരിക്കണം. അപ്പം ഡെയിലി ഇപ്പം ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ രാവിലെയോ വൈകിട്ടോ ഓരോ മണിക്കൂർ വീതം വർക്കൗട്ട് ചെയ്യുക, ജിമ്മിൽ പോവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ പോസിബിൾ ആയിരിക്കണമെന്നില്ല ഡേ ടു ഡേ ലൈഫിൽ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡെയിലി ഒരു ½ an hour വാക്കിംഗ് എങ്കിലും, ബ്രസ്റ്റ് വാക്കിംഗ് നമ്മൾ പറയും, കൈ വീശി ശരീരം വിയർക്കത്തക്ക രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മിനിമം ഒരു 30 മിനിറ്റ് മുതൽ ഒരു 45 മിനിറ്റ് വരെയുള്ള എക്സസൈസ് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇനിഷ്യലി തന്നെ പുതിയതായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യമേ ഒരു 30 മിനിറ്റ് ഒന്നും നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിഷ്യലി ആദ്യത്തെ ഒരാഴ്ച ഒരു 15 മിനിറ്റ് ഡെയിലി നടക്കുക, പിന്നെ അത് പതുക്കെ ഒരു 5 മിനിറ്റ് കൂട്ടി 20 മിനിറ്റ് ആക്കുക, പിന്നെ 25 മിനിറ്റ് ആക്കുക, 30 മിനിറ്റ് ആക്കുക. ആ രീതിയിൽ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ സാഹചര്യം ഉണ്ട്, പറ്റും എന്നുള്ളവർക്ക് അത് വേണമെങ്കിലും ചെയ്യാം. ഇന്നത് എന്ന് നിർബന്ധമില്ല. നമുക്ക് വാക്കിംഗ് ചെയ്യാം, ഡാൻസ് കളിക്കുന്നവരാണെങ്കിൽ ഡാൻസിങ് ചെയ്യാം, സ്കിപ്പിംഗ് നല്ലൊരു എക്സസൈസ് ആണ്, സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്നവർക്ക് സൈക്ലിംഗ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഒരു പോസിറ്റീവ് രീതിയിൽ നമുക്ക് PCODയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് എക്സസൈസസ് ആണ്. പിന്നെ എക്സസൈസും ഡയറ്റും എല്ലാം ചെയ്ത് നമ്മൾ വെയിറ്റ് മാനേജ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. കാരണം PCOD ഉള്ളവർക്ക് പൊതുവെ ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ സ്ലീപ്പ് അഫക്റ്റഡ് ആവാൻ, ഉറക്കം അഫക്റ്റഡ് ആവാനായിട്ട് ചാൻസ് കൂടുതൽ. അങ്ങനെയുള്ളവര് കഴിയുന്നതും ഉറക്കത്തിലുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് 7 മുതൽ 8 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതും നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഒന്ന് നോർമലൈസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ PCODക്ക് കൊടുക്കുന്ന പല മെഡിസിൻസിലും ഈ സ്ലീപ്പ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെലറ്റോണിൻ എന്ന് പറയുന്ന മെഡിസിൻ കൂടെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ സ്ലീപ്പ് ഇഷ്യൂസ് കോമൺ ആണ് PCOD ഉള്ളവരിൽ. പക്ഷെ അത് നമ്മൾ പ്രോപ്പർ സ്ലീപ്പ് ഹൈജീൻ നമ്മൾ പറയും. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടക്കുക, പകല് ഈ പറയുന്ന പോലെ അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക, വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം ഈ ഉറക്കം ഒഴിവാക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ചായ കോഫി അതൊക്കെ ഒഴിവാക്കുക, പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൊതുവെ ഒരു ഉറക്കത്തിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ പൊതുവെ മാറ്റി വെച്ചിട്ട് ഈ 7 to 8 hours എന്നുള്ള ഉറക്കം കിട്ടും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയ, അതായത് സ്ക്രീനൊക്കെ നമ്മൾ ഉറങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 1-2 മണിക്കൂർ മുന്നേ സ്ക്രീനൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത്. അതായത് മൊബൈല്, കമ്പ്യൂട്ടർ, TV എന്താണെങ്കിലും നമ്മൾ ഉറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10 മണിക്കാണെങ്കിൽ ഒരു 9 മണിയാകുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊതുവെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ PCOD ഉള്ളവരിൽ കുറച്ച് സ്ട്രെസ്സിന്റെ എലമെന്റ് കൂടുതലാണെങ്കിൽ PCODയുടെ ഇഷ്യൂ ആയിട്ടുള്ള ഹോർമോൺ ഇംബാലൻസുകൾ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മെഡിറ്റേഷനോ യോഗയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത്
നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നത് നമുക്ക് ആക്ച്വലി പ്രഗ്നൻസിക്കും കുറച്ചുകൂടെ ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രഗ്നന്റ് ആവാനും വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതാണ് 5ാമത്തെ പോയിന്റ്. ലാസ്റ്റത്തെ പോയിന്റ് ആണെങ്കിലും അത് ഒട്ടും ഇമ്പോർട്ടൻസ് കുറഞ്ഞ പോയിന്റ് അല്ല. കാരണം ബാക്കി എല്ലാം നമ്മൾ നോക്കുന്നെങ്കിലും നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്ട്രെസ് ആയിക്കോട്ടെ മെന്റൽ സ്ട്രെസ് ആയിക്കോട്ടെ ഉള്ള ഒരു ലൈഫ് ആണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പലർക്കും ഉള്ള ഡൗട്ടാണ്, എനിക്ക് പീരീഡ്സ് കറക്റ്റ് ആയിട്ടല്ല വരുന്നത്, അപ്പൊ ഞാൻ എങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് കണ്ടുപിടിക്കും? യൂഷ്വലി നമുക്കൊരു മെൻസ്ട്രൽ സൈക്കിള് നമ്മുടെ അവരവരുടെ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. അതിന് നമ്മൾ യൂഷ്വലി മെൻസ്ട്രൽ കലണ്ടർ എന്ന് പറയും. കാരണം PCOD ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോലെ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴായിരിക്കും വരുന്നത്. പക്ഷെ അത് ചിലപ്പം സൈക്ലിക്കലായിട്ട് കറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എപ്പം നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് നോക്കണം എന്നുള്ളത്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതുപോലെ കറക്റ്റ് റെഗുലർ ആവണം എന്നില്ല. അപ്പോൾ പ്രഗ്നൻസി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 or 2 വട്ടം നമുക്ക് എക്സ്ട്രാ ആയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് നോക്കേണ്ടി വരും. ഇപ്പം ഉദാഹരണത്തിന് 2 മാസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഡയറ്റും എക്സസൈസ് ഒക്കെ ചെയ്ത് ചിലപ്പോൾ നോർമൽ സമയത്ത് ഓവുലേഷൻ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂഷ്വൽ നോർമൽ ഒരു സൈക്കിൾ ആണെങ്കിൽ ഒരു മാസം 15ാം തീയതി പീരീഡ്സ് വന്നു, അടുത്ത മാസം 15ാം തീയതി വന്നിട്ടില്ലെങ്കിൽ ഒന്ന് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്, കാർഡ് ടെസ്റ്റ് തന്നെ വീട്ടിൽ തന്നെ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ PCODയുടെ ഇഫക്റ്റ് കാരണം ചിലപ്പോൾ നോർമൽ ഓവുലേഷൻ സംഭവിച്ചിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ആ സമയം പ്രഗ്നൻസി പോസിറ്റീവ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വെയിറ്റ് ചെയ്യുക, ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അപ്പം ഈ രീതിയിൽ നമുക്ക് ചിലപ്പം ഒന്നിൽ കൂടുതൽ വട്ടം ചെക്ക് ചെയ്യേണ്ട ഒരാവശ്യം വരും ഈ PCOD ഉള്ളവർക്ക്. പക്ഷെ എത്രയും നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ എക്സ്ട്രാ ഹോർമോൺ സപ്പോർട്ട് വേണ്ടി വരും. ഇല്ലെങ്കിൽ ചിലപ്പം അബോർഷൻസിനൊക്കെ ഉള്ള ഒരു ചാൻസ് കൂടുതലുള്ള ആൾക്കാരാണ് നമ്മുടെ PCOD ഉള്ള ആൾക്കാർ. അപ്പൊ എത്രയും നേരത്തെ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കുന്നോ അത്രയും നല്ലതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്ക് PCOD ഉള്ളവർക്ക് സ്ട്രെയിറ്റ് അവേ ഒരു ആക്സിഡന്റൽ പ്രഗ്നൻസി എന്നുള്ളതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കും. അപ്പൊ പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? യൂഷ്വലി നമ്മളൊരു പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫോളിക് ആസിഡ് എന്നുള്ള മെഡിസിൻ ഉണ്ട്. ഫോളിക് ആസിഡ് നമ്മൾ പ്രീ കൺസെപ്ഷൻ, അതായത് നമ്മൾ എപ്പോഴാണോ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് അതിനൊരു 3 മാസം മുന്നേ എങ്കിലും നമ്മൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഡെയിലി എടുക്കാനായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇത് ആക്ച്വലി അബോർഷൻസ് ഒക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCOD ഉള്ള ആൾക്കാർക്ക് തന്നെ ഓൾറെഡി അവർ ചിലപ്പോൾ ഡയബറ്റിക് ആയിരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം PCODയുടെ ആണെങ്കിലും ഡയബറ്റീസിന്റെ ആണെങ്കിലും ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ചിലപ്പോൾ ഓൾറെഡി അവർ ഡയബറ്റിക് ആയിരിക്കും. അങ്ങനെ ഡയബറ്റിസ് ആണെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് പ്രമേഹം കൺട്രോൾ ചെയ്തതിന് ശേഷം വേണം നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ. അപ്പൊ പ്രമേഹം ഉണ്ടോ എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെയുള്ള ഒരു ഇഷ്യൂ ആണ് തൈറോയിഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. തൈറോയിഡിന്റെ ഇഷ്യൂവിലും ഇതുപോലെ PCODയുടേതായിട്ടുള്ള ചില ലക്ഷണങ്ങൾ കാണാം. അതായത് വെയിറ്റ് കൂടുക, അതുപോലെ പീരീഡ്സ് കറക്റ്റ് ആവാതെ വരിക. പിന്നെ അത് മാത്രമല്ല PCOD ഉള്ളവരിൽ ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ അതിന്റെ കൂടെ തന്നെ തൈറോയിഡിന്റെ ഇഷ്യൂവും കാണും. അപ്പം അതും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ. കാരണം ഈ പ്രമേഹം കൂടി നിൽക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ തൈറോയിഡ് കൺട്രോൾ അല്ലാത്ത അവസ്ഥയിലോ പ്രഗ്നൻസിക്ക് നമ്മൾ ട്രൈ ചെയ്താൽ പ്രഗ്നൻസി ആവാനും ബുദ്ധിമുട്ടാണ്. ആയി കഴിഞ്ഞാലുള്ള അബോർഷന്റെ റിസ്ക്കും കുറച്ച് കൂടുതലാണ്. അപ്പൊ PCOD ഉള്ളവരിൽ പൊതുവേ നോർമൽ ഉള്ളവരിനെക്കാട്ടിലും ഒരു 2 to 3 ടൈംസ് ഒരു അബോർഷന്റെ റേറ്റ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇനിഷ്യലി മുതലേ തന്നെ സപ്പോർട്ടീവ് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി പ്രഗ്നൻസിയിൽ നമുക്ക് PCOD ഉള്ള ഒരാൾക്ക് പ്രഗ്നന്റ് ആയി, ഇനി കോംപ്ലിക്കേഷൻസ് വരാമോ? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ വരുന്ന ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ PCOD ഉള്ളവരിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രമേഹം. നമ്മൾ പ്രഗ്നൻസിയിൽ വരുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. പ്രഗ്നൻസിയിൽ വരുന്ന പ്രമേഹത്തിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതിന്റെ ഒരു റിസ്ക് പൊതുവേ PCOD ഉള്ളവരിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജസ്റ്റേഷണൽ ഹൈപ്പർടെൻഷൻ, അഥവാ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന രക്തസമ്മർദ്ദത്തിന്റെ കൂടുതൽ, BP കൂടുന്നത്. അതും PCOD ഉള്ളവരിൽ കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബോർഷന്റെ റിസ്ക്കും കുറച്ച് PCOD ഉള്ളവരിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവം, അതായത് ചിലപ്പോൾ ഒരു 4 മാസത്തിൽ 5 മാസത്തിലൊക്കെ
നേരത്തെ വേദന വന്ന് പ്രസവിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ PCOD ഉള്ളവരിൽ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ഹോർമോണൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഒരു കോമൺ ആയിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്തിന്റെ കുറവ്, കുഞ്ഞിന്റെ ഗ്രോത്ത് കുറവായിട്ട് ചിലർക്ക് കാണാറുണ്ട് PCOD ഉള്ളവരിൽ. കാരണം പ്രോപ്പർ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, പ്ലസന്റയുടെ ഡെവലപ്മെന്റിനെ ഒക്കെ ചിലപ്പോൾ ഈ ഹോർമോണൽ ഇഷ്യൂസ് എഫക്ട് ചെയ്തെന്ന് വരാം. അപ്പൊ അത് വഴി നമുക്ക് കുഞ്ഞിന് ചെറിയ രീതിയിൽ വളർച്ച കുറവൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പൊ അതും നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ചികിത്സിക്കുകയാണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പ്രഗ്നൻസി കാലഘട്ടം കടന്നു പോകും. അപ്പോൾ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രഗ്നൻസിയും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പ്രഗ്നൻസി സമയത്തുള്ള കെയറും നമ്മുടെ ഡയറ്റും എക്സസൈസും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ PCOD പ്രഗ്നൻസിയെ വലുതായിട്ടൊന്നും എഫക്ട് ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ആക്ച്വലി കുറച്ചധികം പേഷ്യൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇനിഷ്യലി അവർ ട്രീറ്റ്മെന്റ് വരുമ്പോൾ പീരിയഡ്സ് കറക്റ്റ് അല്ല, വെയിറ്റ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം നമ്മൾ യൂഷ്വലി ഡയറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തും എക്സസൈസ് ഒക്കെ ചെയ്ത് ഇപ്പം ചിലപ്പോൾ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 80 കിലോ ഒക്കെ വെയിറ്റ് ഉള്ള ആളായിരിക്കും. അത് ചിലപ്പോൾ ഒരു 10 കിലോയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു വർഷം ഡയറ്റ് എക്സസൈസ് ഒക്കെ നോക്കി നമുക്ക് പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 10-15 കിലോ ഒരു വർഷത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റിലും എക്സസൈസിലും ഒക്കെ കുറയ്ക്കുമ്പോൾ തന്നെ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവായിട്ട് വരുന്നവരാണ് ഒരു ഭൂരിഭാഗം ആൾക്കാർ. പക്ഷെ ചിലർക്ക് എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവുലേഷന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളത് കാരണം അതിന് എക്സ്ട്രാ ചിലപ്പോൾ നമുക്ക് മെഡിസിൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. വളരെയധികം റയർ ആയിട്ടേ ഉള്ളൂ നമുക്ക് PCOD മാത്രം ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഫർദർ ഈ IVF പോലെയുള്ള വലിയ വലിയ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് പോകേണ്ടവര് PCOD ഉള്ളവരിൽ വളരെ വളരെ കുറവാണ്. PCOD കൊണ്ട് മാത്രം അങ്ങനത്തെ ഒരു ഇഷ്യൂവിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PCOD അഥവാ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു, ആ സമയത്ത് കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ അറ്റ്ലീസ്റ്റ് ഒരു ബിഫോർ 30s പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങോട്ട് ഏജ് കൂടുന്തോറും ഒരു 30+ ആവും തോറും പിന്നെ അടുത്ത ഒരു 35+ ആവും തോറും നമുക്ക് നോർമലി അബോർഷന്റെ റേറ്റ് കുറച്ച് കൂടിയാ വരുന്നത്. അപ്പൊ ഐഡിയലി നമുക്ക് അബോർഷൻസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 20 വയസ്സ് മുതൽ ഒരു 30 വയസ്സിനകത്താണ്. 30 വയസ്സെന്നുള്ള ആ ഒരു ബാർ നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അബോർഷൻ റിസ്ക് കുറച്ച് കൂടുകയാണ്. അൽസി പോകാനുള്ള ടെൻഡൻസി കുറച്ച് കൂടും. അപ്പൊ PCODയും കൂടെ ഉണ്ടെങ്കിൽ ആവാനും ബുദ്ധിമുട്ട് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ അബോർഷന്റെ റേറ്റ് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രഗ്നൻസി വേറെ ഫർദർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ വേണ്ടി വന്നേക്കാം. അപ്പൊ കഴിയുന്നതും PCOD ഉള്ളവര് ഫസ്റ്റ് പ്രഗ്നൻസി എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 30 ഇയേഴ്സിന് മുന്നേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരിക്കും. ആ ഒരു പോയിന്റ് കൂടി നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. PCOD ഉള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ എത്രയും നേരത്തെ റിപ്ലൈ തരുന്നതായിരിക്കും. പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നവരെ